നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം സൈനസൈറ്റിസിനെ പറ്റിയാണ്. ആയുർവേദത്തിൽ കവച ശിരോശൂലം എന്ന് പറയുന്ന ഈ രോഗത്തെ പറ്റിയാണ് ഇന്ന് പ്രധാനമായിട്ട് ഇതിൻ്റെ കാരണങ്ങളും അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളും ചികിത്സയൊക്കെയാണ്. ആയുർവേദത്തിൽ എന്തൊക്കെ ചികിത്സകളുള്ളതെന്നൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ചുറ്റും സൈനസൈറ്റിസുമായിട്ട് ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് ഒ പി ഡിയിലേക്ക് വരുമ്പോൾ സൈനസൈറ്റിസ് ആണെന്ന് രോഗി തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വരുന്ന ഒരുപാട് പേഷ്യൻസിനെ നമ്മൾ ഒ പി ഡിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് സൈനസൈറ്റിസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ സൈനസ് എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിന് ചുറ്റുമുള്ള അസ്ഥികളുണ്ട്. ഈ അസ്ഥിക്കകത്ത് വായു നിറഞ്ഞ അറകളുണ്ട്. ഈ അറകളെയാണ് സൈനസ് എന്ന് പറയുന്നത്. ഈ സൈനസിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ ചൂടാക്കുക, അതിനകത്തുള്ള ഈർപ്പം നിലനിർത്തുക, അതേപോലെ തലയൊട്ടിയുടെ ഭാരം ക്രമീകരിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ സൈനസിൻ്റെ ഫങ്ഷൻസ് വരുന്ന കാര്യം. അതേപോലെ നമ്മൾ ഈ ശ്വസിക്കുന്ന വായുവിലുണ്ടാകുന്ന മാലിന്യങ്ങളെയും ബാക്ടീരിയകളെയും ഒക്കെ സൈനസിൽ നിന്നുണ്ടാകുന്ന ശ്ലേഷ്മം പുറത്തേക്ക് പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഈ സൈനസ് എത്ര എണ്ണം ഉണ്ടെന്നാണ്. പ്രധാനമായും 4 പെയർ ഓഫ് സൈനസാണ് നമ്മുടെ മുഖത്തുള്ളത്. അതിലൊന്ന് നമ്മുടെ കവിളുകൾക്കുള്ളിലായിട്ട് വരുന്ന മാക്സിലറി സൈനസ് എന്ന് പറയും. അതേപോലെ തന്നെ കണ്ണിന് പിൻഭാഗത്തായിട്ട് വരുന്ന എത്മോയിഡ് സൈനസും, അതേപോലെ പിരിയത്തിന് മുകളിലായിട്ട് വരുന്ന ഫ്രോണ്ടൽ സൈനസും, അതേപോലെ ശിരസിൻ്റെ മധ്യഭാഗത്തായിട്ട് വരുന്ന സ്ഫീനോൾ സൈനസും. ഇതെല്ലാം ഈ 2 വീതമുണ്ട്. അപ്പോൾ ഈ സൈനസിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പിന്നീട് തലവേദനയിലേക്ക് നയിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കവച ശിരോശൂലം എന്നാണ് പറയുന്നത്. അപ്പോൾ ശിരോശൂലം അല്ലെങ്കിൽ ഹെഡേക്ക് ആണ് പ്രധാന ലക്ഷണമായിട്ട് ഉള്ളത്. അപ്പോൾ ഈ സൈനസൈറ്റിസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ നമ്മൾ പ്രധാനമായും പരിശോധിക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള ജലദോഷത്തിന് ശേഷം ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ നിരന്തരമായിട്ടുള്ള അലർജി പ്രശ്നങ്ങൾ, അതേപോലെ മൂക്കിന് വളവുള്ള ആൾക്കാർ, അതേപോലെ പോളിപ്പ്, മൂക്കിൽ ദശയുള്ള ആൾക്കാർ, ഇതൊക്കെ സൈനസൈറ്റിസിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഈ സൈനസിൽ നിന്ന് വരുന്ന ശ്ലേഷ്മത്തിൻ്റെ തടസ്സം ഉണ്ടാവുകയും അത് തടയപ്പെട്ട് സൈനസിനകത്ത് കെട്ടിക്കിടക്കുകയും പിന്നീട് ബാക്ടീരിയ വൈറസ് ഇൻഫെക്ഷനൊക്കെ ആയി തീരുകയൊക്കെ ചെയ്യും. ഇത് പിന്നീട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ രോഗിക്കുണ്ടാകും. അപ്പം പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് മുഖത്തിൻ്റെ ഒരു ഭാഗത്ത് തുടങ്ങിയ വേദന, ഏത് ഭാഗത്ത് സൈനസ് ആണോ അഫക്റ്റഡ് ആയിട്ടുള്ള ആ ഭാഗത്ത് വേദന ഉണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ കണ്ണിന് പുറകിലായിട്ടായിരിക്കും വേദന ഉണ്ടാകുന്നത്. മൂക്കൊലിപ്പുണ്ടാവും, അതേപോലെ മൂക്കടപ്പുണ്ടാവും. പോളിപ്പൊക്കെ ഉള്ളവരിലാണെങ്കിൽ മൂക്കടപ്പൊക്കെ ഉണ്ടാവും. തൊണ്ടയിലേക്ക് കഫം ഊറി വരുന്ന പോലെ ഉണ്ടാവും. രാവിലെ എണീക്കുന്ന സമയത്താണ് കൂടുതലായിട്ടും രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാരണം കുനിയുമ്പോഴോ രാവിലെ എണീക്കുന്ന സമയത്തൊക്കെ ആകുമ്പോഴത്തേക്ക് കഫം കെട്ടിക്കിടന്നിട്ട് ഇത് പുറത്ത് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ പ്രഷർ മൂലം ഉണ്ടാകുന്ന വേദനകൾ രോഗിക്ക് അനുഭവപ്പെടാം. അപ്പം ഈ സൈനസിലുണ്ടാകുന്ന ശ്ലേഷ്മം പുറത്ത് പോകാതെ തടയപ്പെടുകയും, അപ്പോൾ സൈനസിലുള്ള ചെറിയ ദ്വാരം തടയപ്പെടുകയും അതുവഴിയാണ് ഈ സൈനസൈറ്റിസ് എന്നുള്ള പ്രശ്നങ്ങളിലേക്ക് പിന്നെ നയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ചികിത്സയെപ്പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഇൻഫെക്ഷൻ മാറ്റുക എന്നുള്ളത് മാത്രമല്ല, സൈനസിലുള്ള ചെറിയ ദ്വാരത്തിൻ്റെ തടസ്സം മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം എന്ന് പറയും, മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ്. അപ്പോൾ പാലത്തിൻ്റെ വളവ് മൂലം ഈ സൈനസിൻ്റെ ദ്വാരത്തിന് തടസ്സമുണ്ടായി കഴിഞ്ഞാൽ സൈനസൈറ്റിസിലേക്ക് നയിക്കാം. അതേപോലെ തന്നെ പലതരത്തിലുള്ള പോളിപ്പുകളുണ്ട്. ഇപ്പോൾ എത്മോയിഡ് സൈനസിൽ നിന്നുണ്ടാകുന്ന പോളിപ്പുകളുണ്ട്, മാക്സിലറി സൈനസിൽ നിന്നുണ്ടാകുന്ന പോളിപ്പുകളുണ്ട്. ഈ പോളിപ്പുകളൊക്കെ ഈ പറഞ്ഞ സൈനസിൻ്റെ ദ്വാരത്തിന് തടസ്സം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഇതും തലവേദനയിലേക്ക് നയിക്കാം. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഫെക്ഷൻ മാറ്റുക, അതേപോലെ തന്നെ സൈനസിലുണ്ടാകുന്ന ബ്ലോക്കേജ് മാറ്റുക, ഇതിൽ കെട്ടിക്കിടക്കുന്ന കഫം പുറത്ത് പോകാനുള്ള വഴിയൊരുക്കുക, ഇതൊക്കെയാണ്. അതേപോലെ ശീലങ്ങൾ കറക്റ്റ് ചെയ്യുക. ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്കറിയാം രോഗികൾ പലപ്പോഴും കുളിച്ചിട്ട് വെയിൽ കൊള്ളുമ്പോഴോ അതല്ലെങ്കിൽ പെട്ടെന്ന് കാലാവസ്ഥയിലുള്ള വ്യത്യാസം, പെട്ടെന്ന് ചൂടോ തണുപ്പോ ആവി കിട്ടുന്ന കാലാവസ്ഥയൊക്കെ വരുമ്പോഴൊക്കെയാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് രോഗികൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് അക്യൂട്ട് സൈനസൈറ്റിസും ഉണ്ട്, ക്രോണിക്കും ഉണ്ട്. അക്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് വർഷത്തിൽ 1-2 വട്ടമൊക്കെ വരുന്നതായിരിക്കും. പെട്ടെന്നുള്ള ശക്തമായ ജലദോഷത്തിന് ശേഷം വരുന്ന പ്രശ്നങ്ങളാണ്. ക്രോണിക് സൈനസൈറ്റിസ് തുടർച്ചയായിട്ട് ഈ പറഞ്ഞ ബ്ലോക്കേജ് മൂലം തുടർച്ചയായിട്ട് നിരന്തരമായി രോഗികളെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനുള്ള കറക്റ്റായിട്ടുള്ള ഡയഗ്നോസ് കണ്ടെത്തി അതിനെന്താണ് പ്രശ്നം, നേസൽ പോളിപ്പാണോ, ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റമാണോ, അതല്ല മറ്റു കാരണങ്ങൾ കൊണ്ട് ബ്ലോക്ക് ആയതാണോ, അപ്പം ഇതിൻ്റെ എക്സ്റേ പോലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കി അതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സകളാണ് പിന്നീട് വേണ്ടത്. പിന്നെ അടുത്ത ചികിത്സയിലേക്ക് വരുമ്പോഴത്തേക്ക് ആയുർവേദത്തിൽ പ്രധാനമായിട്ടും ചികിത്സകൾ എന്ന് പറയുന്നത് ഇത് പ്രത്യേകിച്ച് പറഞ്ഞ് കെട്ടിക്കിടക്കുന്ന കഫം പുറത്തു പോകാൻ വേണ്ടിയുള്ള നസ്യം പോലുള്ള ചികിത്സകളുണ്ട്. വേദനയ്ക്ക് പ്രധാനമായിട്ടും നമുക്കറിയാം ഇതിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ മൂക്കിന് ചുറ്റുമൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ടും വേദന വരുന്നത്. അപ്പോൾ ആ വേദനയ്ക്ക് മാറാൻ വേണ്ടിയുള്ള പ്രത്യേക രീതിയിലുള്ള ലേപപ്രയോഗങ്ങളുണ്ട്, സ്വേദ ചികിത്സകളുണ്ട്, നാഡീസ്വേദം പോലുള്ള സ്വേദ ചികിത്സകളുണ്ട്, അതേപോലെ ശിരോഭ്യംഗം, അതേപോലെ തന്നെ ഇത് ക്രോണിക് ആയിട്ടുള്ള വളരെ കാലമായിട്ട് ഇതിൻ്റെ പ്രശ്നമുള്ളവർക്ക് വമന ചികിത്സ എന്ന് പറഞ്ഞൊരു ചികിത്സയുണ്ട്. പ്രത്യേകിച്ച്
നമ്മളിപ്പോൾ മസാജ് എന്നൊക്കെ പറഞ്ഞ് ശരീരത്തിന് പുറമെയുള്ള സ്കിന്നിൽ ചെയ്യുന്ന, അപ്പോൾ ആ സ്കിന്നിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ മ്യൂക്കസ് മെംബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശക്തമായ അത്രയും കെട്ടിക്കിടക്കുന്ന കഫം പുറത്തു പോകാൻ വേണ്ടിയുള്ള വമന ചികിത്സകൾ ഇത്തരം ക്രോണിക് കണ്ടീഷൻസ് ചെയ്യുന്നുണ്ട്. ഫലപ്രദമായി അതിൻ്റെ റിസൾട്ടും നമുക്ക് ഉള്ളതാണ്. അപ്പം ഇത്തരം ചികിത്സകളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിരന്തരമായ അല്ലെങ്കിൽ ദീർഘകാലമായിട്ടുള്ള സൈനസിൻ്റെ പ്രശ്നം മൂലം ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് ആശ്വാസം നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് സൈനസൈറ്റിസിനെ പറ്റി ഈ വീഡിയോയിലൂടെ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് പേർക്ക് തലവേദന ഒരു വലിയ ബുദ്ധിമുട്ടായിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് സൈനസ് എന്നുള്ളതും സൈനസൈറ്റിസിനുള്ള കാരണങ്ങളും ഒക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ശ്രമിച്ചത്. അപ്പം ഈ ഒരു അറിവിലേക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.